ഏവരെയും മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രയേലും ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം 60 ദിവസത്തിനുള്ളിൽ IDF സൈന്യം പിന്മാറണം എന്ന നിബന്ധന തെറ്റിച്ചുകൊണ്ട് വീണ്ടും IDF ലെബനോനിൽ തുടരാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ തെക്കൻ ലെബനോനിലെ സൈനിക യൂണിറ്റുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തേക്ക് ഇടിച്ചു കയറി അവിടെ വളരെയധികം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയാണ്. ഈ തള്ളിക്കയറ്റം അതോടെ ഒരു വ്യാപകമായൊരു കലാപം ഉണ്ടാകാനും അത് അവസാനം വെടിവെപ്പിലുമാണ് കലാശിച്ചത്. ലെബനോൻ സൈനികർ ഉൾപ്പെടെ 22 പേർ ഈ കലാപത്തിൽ കൊല്ലപ്പെടുകയും 124-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ സംഭവത്തിൽ ലെബനോനിൽ ആകെ പ്രതിഷേധം ഉടലെടുത്തിരിക്കുകയാണ്. ഇവരുടെ ഈ പ്രതിഷേധ പ്രകടനവും ഈ സൈനിക യൂണിറ്റുകളിലേക്കുള്ള തള്ളിക്കയറ്റവും ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ആദ്യ ഘട്ടമായാണ് യുദ്ധകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇത് നമ്മൾ കരുതുന്ന പോലെ തികച്ചും ഒരു യാദൃച്ഛികമായ സംഭവമല്ല എന്നവർ പറയുന്നു. ഹിസ്ബുള്ള അവരുടെ അനുയായികളെ ഈ തെക്കൻ ലെബനോനിലെ പ്രദേശങ്ങളിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഈ പ്രതിഷേധക്കാർ ഹിസ്ബുള്ളയുടെ ചാവേറുകളാണെന്നാണ് IDF കുറ്റപ്പെടുത്തുന്നത്. ഇവർ മനഃപൂർവ്വം കരുതിക്കുട്ടിയുള്ള ഒരു ആക്രമണമാണിത്. ഇവരുടെ ഈ തന്ത്രം IDFനെ സമ്മർദ്ദത്തിലാക്കാനാണ് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രതിഷേധമുണ്ടായാൽ അതിൽ തീർച്ചയായും ഇസ്രായേൽ സൈന്യം വെടിവെക്കുമെന്ന് ഇവർക്ക് നന്നായി തന്നെ അറിയാം. അങ്ങനെ ബോധപൂർവം ഒരു പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഇസ്രായേലിനെ വീണ്ടും യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ശ്രമമാണ് ഹിസ്ബുള്ള നടത്തുന്നത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ സൈനിക യൂണിറ്റുകൾ സ്ഥിതി ചെയ്യുന്ന ലെബനോന്റെ അതിർത്തി പ്രദേശങ്ങളിൽ അവർ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകളും മറ്റ് ഇസ്രായേലി സൈന്യത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം ഈ പ്രതിഷേധക്കാർ ചുട്ടരിച്ച് കളഞ്ഞിരിക്കുകയാണ്. അവയെല്ലാം തന്നെ തല്ലി തകർത്തിട്ടുണ്ട്. പ്രതിരോധത്തിൻ്റെ പുതിയ ശക്തി എന്നാണ് ഹിസ്ബുള്ള ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. ഞങ്ങൾ IDFുമായി യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഹിസ്ബുള്ള പറയുന്നുണ്ട്. ലെബനോനുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചു കഴിഞ്ഞു. അവർ വീണ്ടും കാലാവധി നീട്ടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുന്നില്ല എന്ന് ഹിസ്ബുള്ള പറയുന്നുണ്ട്. എന്നാൽ ഈ സംഭവത്തോട് അനുബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇതിനു മുമ്പ് ഇസ്രായേൽ സൈന്യം പിന്മാറിയ ലെബനോൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഹിസ്ബുള്ള അവരുടെ സൈന്യത്തെ വ്യാപകമായി തന്നെ വിന്യസിച്ചിട്ടുണ്ട്. അവർ ശരിക്കും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ്. അവർക്കറിയാം ഇസ്രായേൽ ഒരിക്കലും വാക്ക് പാലിക്കില്ല എന്ന്. അതിനാൽ വീണ്ടും ഒരു യുദ്ധത്തിനായി അവർ തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ ആദ്യ ഘട്ടമാണ് ഇപ്പോഴത്തെ ഈ പ്രതിഷേധ സമരം. ശരിക്കും ഇസ്രായേൽ ആരോപിക്കുന്ന പോലെ തന്നെ ഈ തള്ളിക്കയറാൻ ശ്രമിച്ചവരെല്ലാം തന്നെ ഒരുപക്ഷെ ഹിസ്ബുള്ളയുടെ ചാവേറുകൾ തന്നെയായിരിക്കും. അതിൽ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാവരും ഉണ്ട്. അങ്ങനെ നമുക്ക് തോന്നിപ്പിക്കാത്ത വിധം ലോകത്തിൻ്റെ പ്രതിഷേധം ഇസ്രായേലിന് മേലെ ഉണ്ടാകാൻ വേണ്ടി ഹിസ്ബുള്ള ബോധപൂർവം സൃഷ്ടിച്ച ഒരു പ്രകോപനമായിരിക്കും ഇത് യുദ്ധത്തിൻ്റെ മറ്റൊരു തന്ത്രമാണെന്ന് ഇസ്രായേലും വിശ്വസിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ മുന്നിൽ ഇസ്രായേലിനെ അപമാനിക്കുക എന്നുള്ള ലക്ഷ്യം ഹിസ്ബുള്ള ഇപ്പോൾ പുതിയതായി കണ്ടെത്തിയിരിക്കുന്നു. ഗസയിൽ ഇതേ ചാവേറുകളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഹമാസ് ഇസ്രായേലുമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗസയിൽ ആളുകൾ കൂട്ടക്കുരുതി ചെയ്യപ്പെടുന്നത്. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇസ്രായേലിനെതിരായി പ്രതിഷേധമുണ്ടാകാൻ കാരണമുണ്ടായിട്ടുണ്ട്. ഇന്ന് ഇസ്രായേലികൾക്ക് ലോകത്ത് സമാധാനത്തോടെ സഞ്ചരിക്കാൻ കഴിയില്ല. അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആക്രമണങ്ങൾ നേരിടുന്നുണ്ട്. അത് ഇസ്ലാമിസ്റ്റുകളിൽ നിന്നും അല്ലാതുള്ളവരിൽ നിന്നും സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന എല്ലാവരിൽ നിന്നും ഇസ്രായേലികൾ ആക്രമണം നേരിടുന്നുണ്ട്. അവർ ശരിക്കും ഇന്ന് ലോകത്ത് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ സംഭവത്തിൻ്റെ തുടർച്ചയായി ലെബനോൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇസ്രായേലികൾ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് IDF അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏത് നിമിഷവും ലെബനോൻ്റെ ആക്രമണം നിങ്ങൾക്ക് മേലുണ്ടാവാം. അതുകൊണ്ട് ഹിസ്ബുള്ളയുടെ മിസൈലുകളെ കരുതിയിരിക്കാനാണ് IDF ജനങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ ഹിസ്ബുള്ളയുമായി ഒരു പുതിയ കരാർ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തിന് ലെബനോനിൽ തുടരാൻ വേണ്ടി അമേരിക്ക സകല സഹായം ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് ഫെബ്രുവരി 18 വരെ ഇസ്രായേൽ സൈന്യം ലെബനോനിൽ തുടരും എന്ന് ഏതാണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഹിസ്ബുള്ള പറയുന്നത് ഇത് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നാണ്. കരാർ ലംഘിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പേരിൽ അത് ഒരു കുറ്റപ്പെടുത്തലാകുന്നില്ല. വെടിനിർത്തൽ കരാറിൻ്റെ കാലാവധി 60 ദിവസം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല. അത് ഹിസ്ബുള്ളയ്ക്കും ധൈര്യം നൽകിയിട്ടുണ്ട്. ലോകത്തിന് ഹിസ്ബുള്ളയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കരാർ പ്രകാരം 60 ദിവസത്തിനുള്ളിൽ ഈ ഇസ്രായേൽ സൈന്യം ലെബനോൻ വിട്ടു പോകേണ്ടതുണ്ട്. എന്നാൽ അവരത് പോകാതെ ലെബനോനിൽ തന്നെ ഇപ്പോഴും തുടരാനാണ് തീരുമാനിക്കുന്നത്. അത് എത്ര കാലം ഉണ്ടാവൂ എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതിനർത്ഥം ഇപ്പോഴും ഇസ്രായേലിൻ്റെ വങ്കത്തരം അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഹിസ്ബുള്ള പുതിയ ആയുധശക്തി കൈവരിച്ചിട്ടുണ്ടെന്ന് IDF സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹിസ്ബുള്ളയെ ഭയമുണ്ട്.
ഹിസ്ബുള്ള അവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇസ്രായേൽ നന്നായി തന്നെ അറിയാം. അതുകൊണ്ടാണല്ലോ അവർ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ് കൊടുത്തത്. ഇവരിങ്ങനെ തുടരാനാണ് ഭാവമെങ്കിൽ ലെബനോനിലിട്ട് തന്നെ IDFൻ്റെ മുഴുവൻ സൈന്യത്തെയും ഞങ്ങൾ ചുട്ടിരിക്കുമെന്നാണ് ഹിസ്ബുള്ള അവരെ ഭീഷണിപ്പെടുത്തുന്നത്. എന്നാൽ ലെബനോനിൽ നിന്നുള്ള IDFൻ്റെ പിന്മാറ്റം ഇസ്രായേലിൻ്റെ മുഴുവൻ ഭാവിയെ തകർത്ത് കളയും എന്നുള്ള ഭയമാണ് അവർ പിന്മാറാത്തതിന് കാരണം എന്നാണ് IDFൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ സമ്മതിക്കുന്നത്. ഇവരെല്ലാം തീർത്തു നശിപ്പിച്ചു എന്നൊക്കെ സ്ഥിരമായി പറയുമെങ്കിലും ഇവരാരും തീർന്നിട്ടുമില്ല, എങ്ങും എത്തിയിട്ടില്ല എന്ന് ഇസ്രായേലിന് നന്നായി തന്നെ അറിയാം. ഓരോ വെടിനിർത്തലും വരുമ്പോൾ അത് പരസ്പരം ആയുധം ശേഖരിക്കാനുള്ള ഒരു സമയമായിട്ട് നമ്മൾ കണ്ടാൽ മതി. യുദ്ധം അവസാനിക്കുന്നില്ല, കാരണം ഇവരുടെ ആരെയും ലക്ഷ്യം നിറവേറ്റിയിട്ടില്ല. IDFനും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും എല്ലാം ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ ഇതുവരെ നിറവേറ്റാതെ ഒരു വെടിനിർത്തൽ ഇടവേളകൾ മാത്രമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും യുദ്ധം തുടരേണ്ടി വരുന്നത്. ഹിസ്ബുള്ള ഇസ്രായേലിനെ നിരന്തരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് വെടിനിർത്തൽ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഹിസ്ബുള്ള IDFനെ ശരിക്കും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ 60 ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് വിട്ടുപോയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ശരിയാക്കി തരും എന്ന് ഹിസ്ബുള്ള അന്ന് തൊട്ടേ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ ആ ബോധമുണ്ട്. ഹിസ്ബുള്ള അങ്ങനെ പിന്മാറില്ല എന്ന് അവർക്ക് നന്നായി തന്നെ അറിയാം. കഴിഞ്ഞ ദിവസത്തെ കലാപം ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോഴും ഇത്രയും ശക്തി, ആൾബലം, അതല്ലെങ്കിൽ അവരെ പറഞ്ഞാൽ അനുസരിക്കുന്ന ചാവേറുകളായി മുന്നിൽ നിൽക്കാൻ കഴിയുന്ന കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്ന വലിയ സംഘം ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഇവർക്കാർക്കും മരണത്തെ ഭയമില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാവുന്നതാണ്.